പഴയന്നൂർ മനോഹരി കോംപ്ലക്സിലെ സിസ്റ്റം അക്കാദമിയിൽ അഡ്മിഷൻ തുടരുന്നു. 5 മുതൽ +2 വരെ എല്ലാ വിഷയങ്ങളിലും മികച്ച ട്യൂഷൻ സൗകര്യം. +1, +2 വിഭാഗങ്ങളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 പരാജയപ്പെട്ടവർക്ക് വർഷം നഷ്ടപ്പെടുത്താതെ വെറും 3 വിഷയങ്ങൾ മാത്രം എഴുതി പാസ്സാകാനുള്ള സുവർണാവസരം. 6 മാസത്തിനുള്ളിൽ +2 നേടിയെടുക്കാം. കൂടാതെ NIOS, മോണ്ടിസോറി, വിവിധ ഡിഗ്രി കോഴ്സുകൾ എന്നിവയ്ക്കും പ്രവേശനം ലഭ്യമാണ്. സീറ്റുകൾ പരിമിതമായതിനാൽ ഉടൻ തന്നെ 7012664326 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വേനൽ മഴ പെയ്തു തുടങ്ങിയതോടെ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത വീണ്ടും അപകടക്കെണിയാകുന്നു. റോഡിലെ മിനുസവും അമിത വേഗതയും വില്ലനാകുമ്പോൾ അധികൃതരുടെ ഇടപെടലിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. മഴയൊന്ന് ചാറുമ്പോഴേക്കും ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തെന്നിമാറുന്നത് പതിവാകുന്നു. റോഡിന്റെ ഉപരിതലത്തിലെ അമിതമായ മിനുസവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമാണ് ഈ പാതയെ ഒരു അപകടത്തുരുത്തായി മാറ്റുന്നത്. വാഹനത്തിരക്കും അമിത വേഗതയും ഏറുന്നതോടെ ഡ്രൈവർമാർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കോലഴി, പൂവണി, തിരൂർ, മുളങ്ങുന്നത്തുകാവ്, കെൽട്രോർ നഗർ, മിണാലൂർ ബൈപ്പാസ് തുടങ്ങി വാടക്കോട്, കലാമണ്ഡലം പരിസരം വരെയുള്ള ഇടങ്ങളിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിലേറ്റവും ഭീതിജനകമായ പ്രദേശം അകമലയാണ്. കുത്തനെയുള്ള ഇറക്കവും വളവും ചേരുന്ന ഇവിടെ കഴിഞ്ഞ 1 മാസത്തിനിടെ 2 ജീവനുകളാണ് പൊലിഞ്ഞത്. നിരവധി വാഹനങ്ങൾ തകരുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും അകമല ഫ്ലൈഓവർ വളവിലും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപത്തുണ്ടായ അപകടങ്ങളിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. അകമലയിൽ ടിപ്പർ ലോറിക്ക് പിന്നിൽ ബസ് ഇടിച്ചും പോലീസ് സ്റ്റേഷന് സമീപം ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ചുമായിരുന്നു അപകടങ്ങൾ. അതേസമയം കരുതക്കാട് റെയിൽവേ ജംഗ്ഷൻ മേഖലയിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയതോടെ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഇതേ മാതൃകയിൽ പാതയിലും മറ്റ് അപകട മേഖലയിലും ഇന്റർസ്പെക്ടർ അടക്കമുള്ള വേഗ നിയന്ത്രണ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാന പാതയെ അപകടരഹിതമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു.